ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഈ തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചില പോസിറ്റീവായിട്ടുള്ള മണിക്കൂറുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ നേടാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണല്ലോ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ചും ലൈഫ് കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നത്. ഞാൻ എപ്പോഴും നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ നേരത്തെ എഴുന്നേൽക്കണ്ട എന്നൊക്കെ തോന്നി. അങ്ങനെ ഞാൻ കുറേ കാലം നേരത്തെ എഴുന്നേൽക്കാതെ എൻ്റെ സാധാരണ റുട്ടീനിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഭയങ്കര ഒരു മിസ്സിംഗ് ആയിരുന്നു എപ്പോഴും. അതുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ പഴയ റുട്ടീനിലേക്ക് തിരിച്ചുപോയി. അത് അത്ര സിമ്പിളൊന്നും അല്ലായിരുന്നു. പക്ഷേ ശ്രമിച്ചപ്പോൾ എനിക്കത് നടന്നു കിട്ടി. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ വീഡിയോ കേൾക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്നൊരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. മാത്രവുമല്ല, നിങ്ങൾക്കും രാവിലെ എഴുന്നേൽക്കാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ചില ആളുകൾ പറയും, ഞാൻ രാത്രി എത്ര സമയം വേണമെങ്കിലും ഉറക്കമില്ലാതെ ഇരുന്ന് പഠിക്കും, എഴുതും, എന്തും വേണമെങ്കിലും ചെയ്യും. പക്ഷേ എനിക്ക് രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാനൊരു മോർണിംഗ് ബേർഡ് അല്ല. ഈ ഒരു സങ്കല്പം തികച്ചും തെറ്റാണ്. അത് ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സപ്പോസ് നാളെ നിങ്ങൾക്ക് പുലർച്ചെ എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള ഒരാളാണ്. നിങ്ങൾക്ക് നാളെ ഒരു ട്രിപ്പിന് പോകണം, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ഈവൻ്റ് ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ രാവിലെ അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റിരിക്കും. പക്ഷേ ഒരു നോർമൽ ഡേയിലായിരിക്കുമ്പോഴോ നിങ്ങൾക്ക് അലാറം എത്ര തവണ സ്നൂസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാ ദിവസവും നിങ്ങൾക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് എഴുന്നേറ്റ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ സാധിച്ചാലോ? ഇന്നത്തെ വീഡിയോയിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസും നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കും ഒരു മോർണിംഗ് പേഴ്സൺ ആയിട്ട് മാറാൻ സാധിക്കും. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. ഈ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ ഉറങ്ങാൻ പോകുന്നതും നേരത്തെ എഴുന്നേൽക്കുന്നതും ഒരു മനുഷ്യനെ ഹെൽത്തിയാക്കും, വെൽത്തിയാക്കും, വൈസാക്കും. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തൊട്ട് ടിം കുക്ക് വരെ, അദ്ദേഹം ആപ്പിളിൻ്റെ CEO ആണ്. എല്ലാവരും തന്നെ പുലർച്ചെ വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളുകളാണ്. ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും പുലർച്ചെ നേരത്തെ എഴുന്നേറ്റ് അവരവരുടെ ആ ഒരു ദിവസത്തെ തന്നെ വിൻ ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങൾക്കും അങ്ങനെയാകാനായിട്ട് വലിയ താമസമൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി. ആദ്യം തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് ഒരു 24 അവർ ബിൽറ്റ് ഇൻ ക്ലോക്കാണ്. എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ ഉറങ്ങണം എന്നൊക്കെ ഡേ ലൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഏകദേശം ഒരു ഐഡിയ കാണും. സയൻസ് പറയുന്നത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ, അതായത് അലേർട്ട് ഹോർമോൺ എന്ന് പറയും. അത് രാവിലെ 6 മണി തൊട്ട് 8 മണി വരെ ആ ഒരു സമയത്തായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് നമ്മൾ വളരെ ഷാർപ്പറായിരിക്കും, നമ്മൾ വളരെയധികം പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് മുൻപെങ്കിലും എഴുന്നേൽക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതുമാത്രവുമല്ല, ഈ രാവിലത്തെ ഈ മണിക്കൂറുകൾ എന്ന് പറയുന്നത് സീറോ ഡിസ്ട്രാക്ഷനാണ്. നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ല, നോയ്സ് ഇല്ല, കോൾസ് ഇല്ല, മറ്റ് ഇൻട്രപ്ഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡൊമിനോ ഇഫക്റ്റിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ഒരു ദിവസത്തിൻ്റെ ആദ്യത്തെ മണിക്കൂർ എങ്ങനെ ചെലവഴിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മളുടെ ബാക്കി ഫുൾ ദിവസവും എന്നാണ് അത് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് അർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കാൻ സാധിക്കുന്നത്? അലാറം അടിക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ഇതൊരു മോട്ടിവേഷൻ കെമിക്കലാണ്. ഇത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു അവയർനെസ് തരും. അതായത് നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. സോ ഈ ഒരു ആൻറ്റിസിപ്പേഷൻ നമുക്ക് പിറ്റേ ദിവസം രാവിലെ പെട്ടെന്ന് എഴുന്നേൽക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ നോർമൽ ആയിട്ടുള്ള ദിവസങ്ങളിലോ അവിടെ ഒരു ഇമോഷണൽ ട്രിഗർ ഒന്നുമില്ല. നമ്മൾ നോർമലി കിടന്നുറങ്ങുന്നു. നാളെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹോർമോണിൻ്റെ അർജൻസി ഒന്നുമില്ല. നമ്മൾ വളരെ സാവധാനം എഴുന്നേൽക്കുന്നു, പതിയെ ജീവിതത്തിലേക്ക് കടക്കുന്നു. സോ ഈ ഒരു എക്സൈറ്റഡ് ടു വേക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഇല്ല. അതായത് സാധാരണ ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് എഴുന്നേൽക്കേണ്ടതായിട്ടുള്ള ആവശ്യം നമ്മുടെ ശരീരത്തിന് മനസ്സിലായിട്ടില്ല എന്നർത്ഥം. ഇനി നമുക്ക്
രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയെ എങ്ങനെ പ്രിപ്പയർ ചെയ്യിക്കണം എന്ന് പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തലേ ദിവസം തന്നെ നിങ്ങളുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതായിരിക്കും അല്ലേ? നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന സ്ഥലമൊക്കെ ടൂർ പോകാനുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ചിന്തയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തലേ ദിവസം തന്നെ നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യിക്കണം. നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുക. നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. നാളെ രാവിലെ എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് അതെല്ലാം ഡിസൈഡ് ചെയ്ത് വെക്കുക. നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് നിങ്ങളുടെ ബ്രെയിനിന് സിഗ്നൽ കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെ കുറച്ച് അഫർമേഷൻസ് പറയുക. അതായത് നിങ്ങൾക്ക് തന്നെ കുറച്ച് അഫർമേഷൻസ് കൊടുക്കുക. അതായത് ഞാൻ നാളെ രാവിലെ 5:30ക്ക് എഴുന്നേൽക്കുന്നു. ആ സമയത്ത് എനിക്ക് വളരെയധികം ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ഞാൻ എൻ്റെ നാളത്തെ ദിവസം വിൻ ചെയ്തിരിക്കും എന്നൊക്കെയുള്ള അഫർമേഷൻസ് നിങ്ങളോട് തന്നെ പറയുക. സോ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യും. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് ഉറങ്ങുക എന്നുള്ളതാണ്. ഒരു അഡൾട്ടിന് ഏകദേശം 7 ടു 8 മണിക്കൂർ ഉറക്കം വേണം എന്നാണ് പറയുന്നത്. അത് ഏറ്റവും കുറവ് ഒരു 4 മണിക്കൂറെങ്കിലും ഒരാൾ ഉറങ്ങിയിരിക്കണം എന്നാണ്. ഈ 8 മണിക്കൂർ കൂടുതലായാലും പ്രശ്നമാണ്, 4 മണിക്കൂറിൽ കുറവായാലും പ്രശ്നമാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ 5:30ക്ക് രാവിലെ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 9:30, 10 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ ഏകദേശം ഉറങ്ങണം. അപ്പോൾ കറക്റ്റ് സമയത്ത് നിങ്ങൾ ഉറങ്ങാനായിട്ട് പോവുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ അലാറം വെക്കുന്നത് മിക്കവാറും ഇപ്പോൾ നമ്മളുടെ ഫോണിലായിരിക്കും. ആ ഫോൺ എല്ലാവരും കിടക്കുമ്പോൾ ആ ബെഡിൻ്റെ സൈഡിലോ ചിലപ്പോൾ തലയണക്കടിയിലൊക്കെ ആയിരിക്കും ഓരോരുത്തർ ഫോൺ വെക്കുന്നത്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളുടെ ഹെഡ് ലെവലിന് എപ്പോഴും താഴെയായിട്ടായിരിക്കണം ഫോൺ വെക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് രാവിലെ കറക്റ്റ് സമയത്ത് അലാറം അടിക്കുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ മാറ്റി വെക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് പതിയെ നടന്ന് ചെന്ന് ആ അലാം ഓഫ് ചെയ്യാനുള്ള അത്രയും സ്പേസ് എങ്കിലും നിങ്ങൾ വെക്കുക. കാരണം നമ്മൾ രാവിലത്തെ ആ ഒരു കംഫർട്ട് സോണിൽ നമ്മളിങ്ങനെ പുതച്ചു മൂടി കിടക്കുന്നതിനകത്ത് നിന്ന് എഴുന്നേറ്റ് പതിയെ 2 സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കത്തിൽ നിന്ന് വിട്ടു മാറാനുള്ള ആ ഒരു ടെൻഡൻസി കിട്ടും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് അലാറം ഓഫ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കെങ്കിലും എത്തിക്കുക. ആ ഒരു ഡിസ്റ്റൻസിലെങ്കിലും നിങ്ങളുടെ ഫോൺ വെക്കുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ ലൈറ്റ് നിങ്ങൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മുറിയിലുള്ള ലൈറ്റ് ഓൺ ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു 6 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ പതിയെ പുറത്തെ ലൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പതിയെ കർട്ടനൊക്കെ ഒന്ന് മാറ്റിടുക. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പതിയെ പുറത്തേക്കൊന്ന് ഇറങ്ങുക. പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ആ ഒരു സൺലൈറ്റൊക്കെ ഒന്ന് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അവസാനമായിട്ടും പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പുലർച്ചെ എഴുന്നേറ്റ് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു റിവാർഡ് കൊടുക്കണം. അത് വേണമെങ്കിൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കാം, ഇഷ്ടമുള്ളൊരു ചോക്ലേറ്റ് ആയിരിക്കാം, ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഡാൻസ് ചെയ്യുന്നതായിരിക്കാം. എന്തും ആയിക്കോട്ടെ, നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുക. സോ നമുക്കിങ്ങനെ റിവാർഡ്സ് കിട്ടുന്നത് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ വീണ്ടും നമ്മളെ പ്രേരിപ്പിക്കും. നിങ്ങളല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഇഷ്ടം വരില്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തന്നെ നമ്മുടെ ബോഡിയെ എൻകറേജ് ചെയ്യുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ രാവിലെ വിചാരിച്ചതുപോലെ തന്നെ എഴുന്നേറ്റ് ഫോണിൽ നോക്കി അലാറം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ 1 മണിക്കൂർ ഫോണിൽ ചിലവഴിക്കരുത്. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിപ്പോവും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. അലാം ഓഫ് ചെയ്തതിന് ശേഷം ഫോൺ അങ്ങ് മാറ്റി വെച്ചേക്കുക. നിങ്ങളുടെ 1 അവർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഒരു ദിവസം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിലവഴിക്കുക. അതുപോലെ തന്നെ ആളുകൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെന്നും 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ് എങ്കിൽ പിറ്റേ ദിവസം തൊട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ മേ ബി നിങ്ങളുടെ ശരീരം അത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. കാരണം നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ അതുവരെ അങ്ങനെ അല്ലായിരുന്നു. പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ 15 മിനിറ്റ് മുൻപ്, അതായത് 7:45-ന് ഒരു ദിവസം എഴുന്നേൽക്കുക. അടുത്ത ദിവസം 7:30-ക്ക് ആക്കുക. അടുത്ത ദിവസം 7:15-ന് ആക്കുക. അങ്ങനെ പുറകിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഇന്ന് 8 മണിക്കാണ് നിങ്ങൾ എഴുന്നേറ്റത്, നാളെ തൊട്ട് 5 മണിക്ക് എഴുന്നേൽക്കണം എന്നൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അല്ലാത്തവരെല്ലാം 15 മിനിറ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഒരു മോർണിംഗ് ബേർഡായിട്ട് മാറുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.